ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. ദൈവവചനത്തിൻ്റെ ശക്തിയാൽ ആത്മീയ ജീവിത രഹസ്യങ്ങൾ വെളിപ്പെട്ട് കിട്ടിയതും രോഗശാന്തി കിട്ടിയതുമായ ചില അനുഭവങ്ങൾ വചനത്തിൻ്റെ വെളിച്ചത്തിൽ പങ്കുവെക്കുകയാണ്. അപ്പോൾ ഈ വചനങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും അജ്ഞാതമായി കിടക്കുന്ന ആത്മീയവും ശാരീരികവും മാനസികവുമായ ബന്ധനങ്ങൾ പരിശുദ്ധാത്മാവ് നീക്കിക്കളയും, ദൈവശക്തി നമ്മളിൽ പ്രവർത്തിക്കുകയും ചെയ്യും. ഞാൻ ഓർക്കുകയാണ്, കുറേ വർഷം മുമ്പ് ഒരു ഭാര്യയും ഭർത്താവിനെയും അയാളുടെ ഒരു സ്നേഹിതൻ എൻ്റെ അടുക്കൽ സംസാരിക്കാനായിട്ട് കൊണ്ടുവന്നു. ഇവർക്ക് മക്കളൊക്കെ ഉണ്ട്, കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് കുറേ വർഷമായതാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന ആളുടെ കൂട്ടുകാരൻ്റെ നടുവേദന മാറുന്നില്ല. ഇനി പോകാത്ത ആശുപത്രിയും ചെയ്യാത്ത ടെസ്റ്റുകളും ചെയ്തു കൂട്ടാത്ത ചികിത്സകളൊന്നുമില്ല. അപ്പോൾ അവസാനം ഇപ്പോൾ നടുവിന് വേദനയാണ്, നടുവിന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്നാലും ഡോക്ടർമാർ പറഞ്ഞു അരക്കിഴിപ്പോട്ട് തളർന്നു പോകാനായിട്ട് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ചലനശേഷി നഷ്ടപ്പെടും, ചിലപ്പോൾ ഭാഗികമായ ചില ഡിസബിലിറ്റീസ് ഉണ്ടാകും, മുടന്തുണ്ടാകും. ഇതിലേതെങ്കിലും സംഭവിക്കാം, ഭാഗികമായോ പൂർണ്ണമായോ ഒന്നും പറയാനായിട്ട് സാധിക്കത്തില്ല. കാരണം നടുവിൻ്റെ ആ പ്രധാന ഭാഗത്തുകൂടെ ഒത്തിരി ഞരമ്പുകളൊക്കെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ സർജറി ചെയ്യുമ്പോൾ 100% റിസൾട്ട് പറയാനായിട്ട് സാധിക്കത്തില്ല. ഇദ്ദേഹത്തിന് ഉറങ്ങാനും പറ്റുന്നില്ല, വേദനയും മാറുന്നില്ല. ഇങ്ങനത്തെ ഒരു വിഷമാവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെ ഭാര്യയും ഭർത്താവും വന്നു, ഞാൻ അവരായിട്ട് ഒന്നിച്ചിരുത്തി സംസാരിച്ചു. അതിനുശേഷം ഇദ്ദേഹത്തിന് വേണ്ടി ഭാര്യയും ഭർത്താവിനെയും സെപ്പറേറ്റ് സംസാരിച്ചു. അങ്ങനെ വചനമൊക്കെ പറഞ്ഞ് സംസാരിച്ച് ഒരു കാര്യം കൂടെ ഓർക്കണം, ഒരു അക്രൈസ്തവരാണ് ഇവരെന്നുള്ള കാര്യം കൂടെ. യേശുവിന് ജാതിയും മതവും ഒന്നുമില്ല. അപ്പോൾ ആരെയും പിടിച്ച് മാമോസവും ഒക്കെ ഇട്ടില്ല, ആ കാര്യവും വ്യക്തമായിട്ട് പറയാം. അപ്പോൾ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഏത് ജാതിയും ഏത് മതവും ആയാലും നമ്മുടെ ഉള്ളിൽ ഒരു ദൈവശക്തി വസിക്കുന്നുണ്ട്. എഫെസസ് 3:20-21 പറയുന്നുണ്ട്, നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും കൂടുതൽ, വളരെ കൂടുതൽ ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാകട്ടെ, ആമീൻ എന്ന് ഞാൻ കുരിശടയാളം വരച്ച് ഈ മകന് വേണ്ടി പ്രാർത്ഥിച്ചു. അല്പസമയം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം പരിശുദ്ധാത്മാവിലൂടെ വെളിപ്പെടുത്തി തന്ന, തലയിൽ പിടിച്ചിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ കണ്ണടച്ചിരുന്നോളാനായിട്ട് പറഞ്ഞു. ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ വെളിപ്പെട്ട് കിട്ടിയ കാര്യങ്ങൾ 1-2 കാര്യങ്ങൾ ചോദിച്ചു. അദ്ദേഹം ഒരു പുരുഷനാണെങ്കിലും ബലം പിടിച്ചൊക്കെ ഇരുന്നെങ്കിലും കണ്ണൊക്കെ നനയുന്നത് കണ്ടു, വികാരഭരിതനായി കാര്യം പറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, പൂട്ടി വെക്കല്ലേ, തുറന്നോ, പിടിച്ചു വെക്കല്ലേ, ദൈവം ഇത് വെളിപ്പെടുത്തി തന്നാൽ നിങ്ങൾക്കിതിൽ നിന്ന് മോചനം നൽകുന്നതിന് വേണ്ടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് നടുവിന് പിടിച്ചത്? മനസ്സാണെന്ന് മനസ്സിലായി. ഇതാ മനസ്സിൻ്റെ പ്രയാസം നടുവിന് പിടിക്കും. സൈക്കോസോമാറ്റിക് ഡിസീസ് എന്ന് അതിന് പറയും. ഇന്ന് 100-75-80% രോഗവും ചികിത്സയായിട്ടൊക്കെ വരുമ്പോൾ പലരുടെയും ചികിത്സിച്ചിട്ട് രോഗം മാറാത്തയും മാറി ഓടി നടക്കുന്നതിൻ്റെയും ടെസ്റ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കാത്തതിൻ്റെയും മരുന്നുകൾ ഫലം കാണാത്തതിൻ്റെയും ഒക്കെ തൽക്കാല ശമനം ഉണ്ടാവും. പ്രധാന കാരണം ഇതാണ്, ഈ മനസ്സ് ശരീരത്തിൽ പിടിക്കുന്ന, അല്ലെങ്കിൽ സൈക്കോസോമാറ്റിക് ഡിസീസ് എന്ന് പറയും. ഇങ്ങനെ മനസ്സിൻ്റെ പ്രയാസങ്ങൾ രോഗങ്ങളായിട്ട് തിരിയുന്ന അവസ്ഥ. ഏറ്റവും ചെറിയൊരു ഉദാഹരണം മനസ്സിലാക്കാനായിട്ട് പറയാം. ടൈറ്റാനിക് എന്ന് പറഞ്ഞ ആ വലിയ ഉരുക്ക് കപ്പൽ തകർന്നു പോയത് പിന്നെ ഇരുമ്പിലോ ഉരുക്കിലോ ഒന്നും ഇടിച്ചല്ല, പാറയിലോ ഒന്നും ഇടിച്ചല്ല, ഐസ് കട്ടയിൽ ഇടിച്ചാണ് തകർന്നു പോയത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ മനസ്സിന് ഏൽക്കുന്ന ആഘാതങ്ങൾ നമ്മളെ രോഗികളാക്കി മാറ്റും. കാരണം എന്താണെന്ന് പറയട്ടെ, ഈ സഹോദരൻ പറയാൻ തുടങ്ങി, വെളിപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഈ വിവാഹത്തിന് മുമ്പ് മറ്റൊരു ഇഷ്ടമുണ്ടായിരുന്നു, മറ്റൊരാളുമായിട്ട് ഇഷ്ടമായിരുന്നു. അത് കുറേ നാൾ അവർ പ്രേമിച്ചു അങ്ങനെയൊക്കെ നിന്നെങ്കിലും ആ പ്രേമിച്ച വ്യക്തിയും അല്ലെങ്കിൽ ഈ കുടുംബാംഗങ്ങളുടെ എതിർപ്പും എല്ലാം കാരണം അത് പിന്നീട് വേണ്ടെന്ന് വെച്ചു. പക്ഷേ നല്ല കൂട്ടുകാരും നല്ല ബന്ധമായിട്ട് തുടർന്നു. ഇന്ന്
കല്യാണം കഴിഞ്ഞപ്പോൾ ഈ സഹോദരി പറയാൻ പാടില്ലാത്തതാണെങ്കിലും ഭർത്താവിനോട് ഇടുവായിട്ട് ഈ കഥയെല്ലാം പറഞ്ഞു കൂട്ടി, കണ്ടതും മിണ്ടിയതും പിടിച്ചതും ഇഷ്ടമായിരുന്നതെല്ലാം പറഞ്ഞു. പോട്ടെ, സരളഹൃദയനായ ഭർത്താവ് അതെല്ലാം തമാശയായിട്ട് അല്ലെങ്കിൽ വലിയ ഗൗരവമായിട്ട് എടുത്തില്ല. ദൈവത്തെ ഓർത്ത് അങ്ങനത്തെ കഥകൾ പറയാൻ പോകല്ലേ. കൗൺസിലിങ്ങിലോ കുമ്പസാരത്തിലോ പറയുക. പറഞ്ഞവർക്കൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ തട്ടുകിട്ടിയ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ബലഹീന ഒരു വിഷമാവസ്ഥ വന്നപ്പോഴായിരിക്കാം ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ ഇതാണ്. ഇതെല്ലാം കേട്ടു, അതെല്ലാം വിട്ട് കളഞ്ഞു. ആ ഭാര്യയ്ക്ക് വേറെ കാമുകനുണ്ടായിരുന്നു, ഇഷ്ടമുണ്ടായിരുന്നു. ആ നല്ല കാര്യം, അടിപൊളി, എല്ലാം തുറന്നു പറഞ്ഞല്ലോ, ഇനി നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം. പക്ഷെ പിന്നീടുണ്ടായത് ആ ബന്ധം ഇങ്ങനെ ഒരു സ്നേഹിതരായിട്ടാണെന്ന് പറഞ്ഞു ഇങ്ങനെ തുടർന്നു കൊണ്ടുപോയി. ഇവള് വിവാഹം കഴിച്ചു പോകുന്നു, അവന് വിവാഹം വന്നു. അങ്ങനെ അവൻ്റെ വിവാഹ ചടങ്ങിൽ ഇവർ ക്ഷണിക്കപ്പെട്ടു. വിവാഹം നടക്കുമ്പോൾ താലി ചാർത്തൽ ചടങ്ങ് നടക്കുമ്പോൾ പുറകിൽ നിന്ന ഭർത്താവിൻ്റെ അടുത്ത് നിൽക്കുന്ന ഭർത്താവിൻ്റെ ചെവിയിൽ പറഞ്ഞു, എൻ്റെ കഴുത്തിൽ വീഴേണ്ട താലിയാണ് ആ വീണത് എന്ന്. പെട്ടെന്ന് തന്നെ എല്ലാവർക്കും എല്ലാ കാര്യവും ഒരേ റേഞ്ചിൽ എടുക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. ഉള്ളിലൂടെ എന്തോ ഇടിമിന്നൽ കടന്നു പോയതുപോലെ മറ്റു പലർക്കും ചിലപ്പോൾ ഇങ്ങനെയൊന്നും കേട്ടാൽ ഒന്നും തോന്നത്തില്ലായിരിക്കാം. ഈ മനുഷ്യൻ ഇതുവരെ കേട്ടതെല്ലാം അങ്ങനെ വിട്ടുകളഞ്ഞതാണ്. ഇത് പറഞ്ഞപ്പോൾ ഇപ്പോഴും ഇവൾക്ക് എന്നെ ഇഷ്ടമല്ല, മനസ്സ് അവിടെയാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ ഇവളിങ്ങനെ പറയുമായിരുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുമല്ല. ഞാൻ ആ പെൺകുട്ടിയോട് സംസാരിച്ചു, കുറച്ചും കൂടെ ഓപ്പൺ മൈൻഡായിരുന്നു. പക്ഷെ പറയേണ്ടത് എന്തെന്നോ പറയേണ്ടത് എന്താണെന്നോ ആലോചിക്കാതെ ചാടി വീണ് ആ സമയത്ത് ഭർത്താവിനോട് പറഞ്ഞു പോയി. ഈ പ്രയാസം അവർ തമ്മിൽ ദിവസങ്ങൾ മുഖമൊക്കെ കയറ്റി ഇങ്ങനെ വല്ലാത്തൊരു ഇതാണെങ്കിലും കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. വേറെ കിടക്കാൻ തുടങ്ങി, മാറി കിടക്കാൻ തുടങ്ങി, വലിയ മിണ്ടാട്ടങ്ങളില്ല. അത്യാവശ്യം സംസാരിക്കും. വഴക്കാണെന്ന് ചോദിച്ചാൽ ആണ്, അല്ലേന്ന് ചോദിച്ചാൽ അല്ല. എന്നാൽ മക്കളുണ്ട്, കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നുണ്ട്. നാളുകളേറെ കടന്നുപോയി. പിന്നെ ഇദ്ദേഹത്തിന് നടുവേദനയായി. ഇവളെല്ലാം നോക്കും, ചികിത്സിക്കുന്നുണ്ട്, കൊണ്ടുപോകുന്നുണ്ട്. ഇനി പോകാത്ത സ്ഥലങ്ങളൊന്നുമില്ല. അപ്പോഴാണ് ഒരു വിശ്വാസിയായ സുഹൃത്ത് വഴി കടന്നു വന്ന് ഈ മേഖലയിട്ട് NLP ഇട്ട് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിലൂടെ പ്രാർത്ഥിച്ചു. മത്തായി 8:16-17 സായാഹ്നമായപ്പോൾ അനേകം രോഗികളെയും പിശാചുബാധിതരെ അവർ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിച്ചു, രോഗികളെ സുഖപ്പെടുത്തി. യേശുവിൻ്റെ നാമത്തിൽ ദൈവവചനത്തിൻ്റെ ശക്തിയാൽ ഈ വ്യക്തിക്ക് വേണ്ടി കരഞ്ഞുപോയി. ഭാര്യയും ഭർത്താവും അങ്ങാടും കാലൊക്കെ പിടിച്ച് ക്ഷമിച്ച് ക്ഷമ കൊടുത്ത് കാര്യം അറിഞ്ഞല്ലോ, അപ്പോൾ തുറന്നു കൊടുത്ത് മാപ്പൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ചു പ്രാർത്ഥിച്ചു, ക്ഷമിച്ചു, ക്ഷമ കൊടുത്തു. അതെല്ലാം വിലകെട്ട കാര്യങ്ങളെല്ലാം വിട്ട് കളയാൻ തയ്യാറായി. അപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്, ഇങ്ങനെയാണെങ്കിൽ ഇവൾ നിങ്ങളുടെ കൂടെ കിടക്കും, അല്ലെങ്കിൽ അവനാണ് മനസ്സിലായിരുന്നെങ്കിൽ നിങ്ങളെ ഇട്ടിട്ടും അവൾക്ക് പോകാമായിരുന്നു. അങ്ങനെ വലതും പോയോ? ചില ചോദ്യങ്ങൾ പരിശുദ്ധാത്മാവ് തന്നത് ചോദിച്ചപ്പോൾ അത് കുറിക്ക് കൊണ്ടു. അപ്പോൾ സ്നേഹമാണ്, സ്നേഹിക്കാൻ കൊള്ളാവുന്ന ആളാണെന്ന് തോന്നിയതുകൊണ്ട് പറയേണ്ടതും പറയാൻ പാടില്ലാത്തതും ഭർത്താവിനോട് പറഞ്ഞു പോയി. ഞാൻ ആ പെണ്ണിനോട് പറഞ്ഞു, ഇനിയെങ്കിലും ബോധത്തോടെ സംസാരിക്കുക. ഭർത്താവിനോട് പറയേണ്ടത് ഭർത്താവിനോട് പറയുക, പറയാൻ പാടില്ലാത്തത് ഭർത്താവിനോടായാലും ആരോടായാലും പറയാതിരിക്കുക. അപ്പോൾ അതിന് വേണ്ട വിവേകത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക. അന്ന് വളരെ സൗഖ്യത്തോടെയാണ് കടന്നുപോയത്. പിന്നീടും കാണാനായിട്ട് വന്നു. ആ വേദനയൊക്കെ പോയി അവർ ഒരുമിച്ച് കിടക്കാൻ തുടങ്ങി. ഒരേ മുറിയിൽ സന്തോഷത്തോടെ പണ്ടത്തേനേക്കാൾ നന്നായിട്ട് ജീവിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ കുടുംബജീവിതത്തിൻ്റെ അടിത്തറ തകർക്കുന്ന കെട്ടുകൾ, സംഭാഷണങ്ങൾ ഒരിക്കലും ദമ്പതികൾ, ഭാര്യ ഭർത്താക്കന്മാർ എടുത്ത് ഇടരുത്. അതുപോലെ തന്നെ പുരുഷന്മാർ പെട്ടെന്നൊക്കെ ചൂടാകും, ചാടിക്കടിക്കും. പക്ഷേ സ്ത്രീ ആ സാഹചര്യങ്ങളനുസരിച്ച് പല കാര്യങ്ങൾ പുരുഷന്മാരെക്കാൾ മുൻവിധിയോടെ കാണാനും ഉൾക്കൊള്ളാനുമുള്ള കഴിവ് സ്ത്രീകളുണ്ട്. അപ്പോൾ ഒരു സഹിഷ്ണുതയൊക്കെ കാണിച്ചു പോയാൽ പുരുഷൻ പണ്ട് കാണിച്ചതും പറഞ്ഞതും വെച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും ജീവിതം ഭംഗിയാകാനായിട്ട് പോകുന്നില്ല. അന്നേരത്തെ വാശിക്കും ചാട്ടത്തിലും എന്തൊക്കെയോ പറഞ്ഞു പോയി. പക്ഷേ സ്ത്രീകൾക്ക് എന്താ സംഭവിക്കുന്നത്? പിടിച്ചു വെച്ചിട്ട് വീണ്ടും ഇതിനെക്കുറിച്ച് ചകയാനായിട്ട് തുടങ്ങും. അപ്പോൾ എങ്ങും ആരും ഏതും എത്താതെ പോകും. 1 കൊരിന്ത്യർ 7:14 പറയുന്നുണ്ട്, അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേനയും അവിശ്വാസിയായ ഭാര്യ ഭർത്താവ് മുഖേനയും
മുഖേനയും വിശുദ്ധീകരിക്കപ്പെടുന്നു. അതുകൊണ്ട് കുടുംബജീവിതത്തിൽ, ഭാര്യാഭർത്തൃ ജീവിതത്തിൽ പരസ്പരം വിശുദ്ധീകരിക്കാം. അതുപോലെ വിലകെട്ട വർത്തമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംസാരിക്കാതിരിക്കാം. ആത്മനിയന്ത്രണത്തിന് വേണ്ടി ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കണം. അപ്പോൾ രോഗങ്ങളായിട്ട് ചിലർക്ക് വിട്ടുമാറാത്ത മൈഗ്രെയിൻ, സൈനസ്, തളർച്ച, ടെസ്റ്റൊന്നും ചെയ്തിട്ട് ഒന്നിൻ്റെയും കുറവില്ല. തളർച്ച, അസ്ഥികളിൽ അടച്ചതുപോലത്തെ വേദന. എസെക്കിയേൽ 37:7 പറയുന്നുണ്ട്, കർത്താവ് കൽപ്പിച്ചു, പ്രവാചകൻ പ്രവചിച്ചു, അസ്ഥികൾ കിരികിരാ ശബ്ദത്തോടെ കൂടിച്ചേർന്നു. അതുകൊണ്ട് തേയാൻ വേണ്ടി ഉണ്ടാക്കിയ സ്പെയർ പാർട്സ് ഒന്നുമല്ല, നമ്മുടെ ജീവനുള്ള മനുഷ്യനാണ്. മാറാതെ ആകുമ്പോൾ പറയും തേയ്മാനമാണ് തേഞ്ഞ് തീർന്നെന്ന്. അതുകൊണ്ട് മനസ്സിനെ വലക്കുന്ന ഏതെങ്കിലും പ്രയാസങ്ങളോ ഭാരങ്ങളോ ദുഃഖങ്ങളോ ഉള്ളിലുണ്ടെങ്കിൽ, സന്തോഷമാണെങ്കിൽ പങ്കുവച്ചാൽ ഇരട്ടിയാകും, സങ്കടമാണെങ്കിൽ പങ്കുവച്ചാൽ ഇല്ലാതാകും എന്ന ആ ഒരു ആപ്തവാക്യം നമുക്ക് ഓർക്കാം. 1 തെസ്സലോനി 5:16 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കും, നിരന്തരം പ്രാർത്ഥിക്കുവിൻ, എല്ലാറ്റിനും വേണ്ടി നന്ദി പ്രകാശിപ്പിക്കുവിൻ. പ്രാർത്ഥന ഉണ്ടെങ്കിലേ ജീവിതം വിജയിക്കത്തുള്ളൂ, പ്രാർത്ഥന ഉണ്ടെങ്കിലേ സഹിഷ്ണുത ഉണ്ടാകത്തുള്ളൂ, പ്രാർത്ഥന ഉണ്ടെങ്കിലേ സന്തോഷം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ സന്തോഷത്തോടെ, പ്രാർത്ഥനയോടെ, ജീവിത വിശുദ്ധിയോടെ നമുക്ക് മുന്നോട്ട് പോകാം. ഉള്ളിൽ മറച്ചു വച്ചിരിക്കുന്ന ദുഃഖങ്ങളോ വിഷമങ്ങളോ ഹൃദയവിചാരങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും വിശ്വസ്തതയുള്ളവരോടോ അല്ലെങ്കിൽ കുമ്പസാരത്തിലോ കൗൺസിലിങ്ങിലോ ഒക്കെ ഒന്ന് തുറന്നു പറഞ്ഞാൽ ആ പഴുപ്പ്, ആ വേര്, ആ ആരി, ഒരാണി അത് കയറിയിട്ടുണ്ടെങ്കിൽ അത് പറിച്ചു കളഞ്ഞാലേ ഏത് ആൻറ്റിബയോട്ടിക് ചെയ്തിട്ടും കാര്യമുള്ളൂ. അപ്പോൾ മനസ്സിൽ തറച്ച് കിടക്കുന്ന പഴക്കമുള്ളതോ പുതിയതോ ആയ കിടക്കുന്ന കാര്യങ്ങളൊക്കെ തുറന്ന് ഏറ്റുപറഞ്ഞ് നമുക്ക് ജീവിത വിശുദ്ധി നേടി സന്തോഷത്തോടെ ജീവിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ്